ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡർ ടാഗ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റിംഗ് പേജ്, ഒരു ലാൻഡിംഗ് പേജ് SEOക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് സ്ട്രക്ചർ നമ്മൾ തന്നെ SEOക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന പേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ടന്റ് സ്ട്രക്ചർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് H1 ടാഗ്. H1 ടാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് നമ്മുടെ ലാൻഡിംഗ് പേജ് അഥവാ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന SEOക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യുന്ന പേജ് ക്രോൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആദ്യം ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് നോക്കുന്നുണ്ടാവുക നമ്മുടെ H1 ടാഗ് എന്താണെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ H1 ടാഗ് നമ്മൾ ടാർഗറ്റ് ചെയ്ത കീവേഡുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാം. നമ്മൾ ഒരു കോപ്പി റൈറ്റ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു H1 ടാഗിൽ നമ്മുടെ ആ ഒരു കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഒരു കണ്ടന്റ് സ്ട്രക്ചറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ H1 ടാഗിന് ആ H1 ടാഗിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്യാം. ഒരു ചെറിയ വേർഡ് കൗണ്ട് മതിയാവും. ഒരു 40 to 30 വേർഡ് കൗണ്ടിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ് ഡിസ്ക്രിപ്ഷനിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ നമുക്കൊരു അപ്പാർട്ട്മെന്റ്സ് ഇൻ ട്രിവാൻഡ്രം ആ ഒരു കീവേഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് വരുന്നതെന്ന്. അപ്പാർട്ട്മെന്റ്സ് ഇൻ ട്രിവാൻഡ്രം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ദെൻ അതിൽ ഫസ്റ്റ് വരുന്ന ഡയറക്ടറീസ് ആണ്, അത് മൈൻഡ് ചെയ്യേണ്ട. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ മെറ്റാ ടൈറ്റിൽ കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആണ്. ഫ്ലാറ്റ്സ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ് ഇൻ ട്രിവാൻഡ്രം അതൊന്നും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരുടെ കീവേഡ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിലും അവരുടെ കീവേഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇനി അവരുടെ ആ ടാർഗറ്റിംഗ് പേജിലോട്ട് അല്ലെങ്കിൽ ആ ലാൻഡിംഗ് പേജിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കാണാം, അവരുടെ H1 ടാഗ് അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഇൻ ട്രിവാൻഡ്രം. ഇതാണ് അവരുടെ H1 ടാഗ്. അവരുടെ ആ ഒരു കീവേഡ്, ആ ഒരു അപ്പാർട്ട്മെന്റ് ഇൻ ട്രിവാൻഡ്രം എന്നുള്ള ആ ഒരു കീവേഡ് അവരുടെ H1 ടാഗിൽ ഇൻക്ലൂഡ് ആക്കി. ദെൻ ചെറിയ കുറച്ച് വേർഡ്സ് നമുക്ക് ആഡ് ചെയ്യാം, കോപ്പി റൈറ്റ്സിൽ നമുക്ക് എന്തുകൊണ്ട് ആഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ ആ ഒരു കീവേഡിന് മാക്സിമം അതിൽ കൺവേ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിലിപ്പോൾ അവർ അപ്പാർട്ട്മെന്റ്സ് ഇൻ ട്രിവാൻഡ്രം എന്നുള്ള ഒരു കീവേഡ് ഇവർ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. വളരെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പ്രീമിയം 2, 3 and 4 BHK അപ്പാർട്ട്മെന്റ്സ് ഇൻ ട്രിവാൻഡ്രം ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിലും അവർ ആ ഒരു കീവേഡിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതുപോലെ ചെയ്യണമെന്നല്ല, നമ്മുടെ ഇൻഡസ്ട്രി എന്താണോ അത് നോക്കിയിട്ട് അതിന് പറ്റിയുള്ള അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു H1 ടാഗ്, ഒരു കോപ്പി റൈറ്റ് നമ്മുടെ H1 ടാഗിൽ കൊടുക്കുക. അതുപോലെ തന്നെ അതൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും അതിൽ ആഡ് ആക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് H2 ടാഗ്സും അതുപോലെ H3 ടാഗ്സും H4 ടാഗ്സും എല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗാണ് H1 ടാഗ്. അതും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പേജിൽ ഒരൊറ്റ H1 ടാഗ് മാത്രം ഇടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ H2ന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്രൈമറി കീവേഡ് ആണ് നമ്മൾ H1ൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി കീവേഡ്സ് അല്ലെങ്കിൽ നമ്മുടെ LSI കീവേഡ്സ് നമ്മുടെ H2 ടാഗിൽ നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ H3 ടാഗിലും ആഡ് ചെയ്യാം. ദെൻ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് എന്ന് വെച്ചാൽ H2 ടാഗിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും നമ്മൾ അതിന്റെ താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ നമ്മുടെ ഓരോ കീവേഡും നമ്മുടെ സെക്കൻഡറി കീവേഡ്സ് അല്ലെങ്കിൽ LSI കീവേഡ്സ് നമ്മൾ നമ്മുടെ H2 ആയിട്ടും അതുപോലെ തന്നെ H3 ആയിട്ടും നമ്മൾ കൊടുക്കുക. ദെൻ അതിന്റെ അണ്ടറിൽ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതിനെ കൺവേ ചെയ്യുന്ന ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു നമ്മുടെ വെബ്സൈറ്റിന്റെ ആ ഒരു കണ്ടന്റ് സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നമ്മൾ പക്ക യൂസർ ഫ്രണ്ട്ലി ആക്കുക. ഇതുപോലെ നമ്മൾ നമ്മുടെ സെക്കൻഡറി കീവേഡ്സ് അത് നമ്മുടെ H2 ടാഗ് ആയിട്ടും H3 ടാഗ് ആയിട്ടും നമ്മൾ കൊടുക്കുക. ആ സെക്കൻഡറി കീവേഡ്സ് നമ്മൾ കൊടുക്കുന്നതിനോട് കൂടെ തന്നെ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫേമിനെ കുറിച്ച് കൺവേ ചെയ്യുന്ന ടൈപ്പിൽ നമ്മൾ ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് ആഡ് ആക്കുക. അതിൽ നമ്മുടെ കീവേഡ് ഡയറക്റ്റ് ആഡ് ചെയ്യാതെ ആ ഒരു LSI കീവേഡ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ടന്റിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ കൂടെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ H1 ടാഗ് അതുപോലെ തന്നെ H2 ടാഗ് H3 ടാഗ്സ് അത് ഓരോ ഫോർമാറ്റിൽ എന്ന് വെച്ചാൽ ആദ്യം H1 ടാഗ് നമ്മൾ കൊടുക്കുക, ദെൻ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, ദെൻ പിന്നെ H2 ടാഗ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. H2 ടാഗ് ഒന്നിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ H2 ടാഗ്സ് എല്ലാ H2 ടാഗിനും ചെറിയ ചെറിയ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു കണ്ടന്റ് സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇന്ന് നമ്മൾ H1 ടാഗും അതുപോലെ തന്നെ H2 ടാഗ്സും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നെല്ലാം ഒരു ഓവർവ്യൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ഇൻഡസ്ട്രി നമ്മൾ എടുക്കുമ്പോഴും അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഇൻഡസ്ട്രി ആണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണെന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റീവ് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ സർവീസസ് ആണോ എന്ന് കംപ്ലീറ്റ്ലി ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ തന്നെ ഒരു കോണ്ടന്റ് സ്ട്രക്ചർ ഈ H1 ടാഗും H2 ടാഗും H3 ടാഗും ഒക്കെ മൈൻഡിൽ വെച്ച് ഒരു കോണ്ടന്റ് സ്ട്രക്ചർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലുള്ള SEO ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാസ് ആൻഡ് കോ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.